നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ ഫസ്റ്റ് ടേം, 10th ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 3n+2. ഈ 3n+2 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും 10ാമത്തെ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. അപ്പോൾ 3n+2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്നിന് എന്ത് കൊടുക്കാം? 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടൂല, ആദ്യ പദം കിട്ടും. 3 × 1 + 2. 3 × 1 എന്ന് പറയുന്നത് 3. 3 + 2 എത്രയാണ്? 5. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 5. ഇനി നമുക്ക് 10th ടേം ചോദിച്ചാൽ എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 10 + 2. 3 10s are 30. 30 + 2 32. ഇതാണ് നമ്മുടെ 10th ടേം, 10ാം പദം എന്ന് പറയുന്നത്. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറയണമെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മുടെ ഈ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ളതിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് കോമൺ ഡിഫറൻസ് 3 കണ്ടോ, എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് 3 ഗുണോത്തരമാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം ഇതുപോലെ കണ്ടുപിടിക്കാം. 3 × 2. ഓക്കെ, 3 × 2 + 2. 3 2s are 6. 6 + 2 8. ഇത് നമ്മുടെ സെക്കൻഡ് ടേം ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം 5ഉം സെക്കൻഡ് ടേം 8. 8 - 5 3 കണ്ടോ. അടുത്തടുത്ത രണ്ട് പദങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് നമുക്കറിയാം ഡയാമീറ്റർ ആണ്. C എന്ന് പറയുന്നത് ആ സർക്കിളിലെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണ്. പിന്നെ ഇവിടെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ACBയും ADBയും. ACB ADBനേക്കാൾ ഇരട്ടിയാണ്, ട്വൈസ് ദ അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ACB എത്രയാണ്? ADB എത്രയാണ്? നമുക്കിവിടെ പറയാം. ഇവിടെ AB ഡയാമീറ്റർ ആയതുകൊണ്ട് ഈ ACB എന്ന് പറയുന്നത് എന്താണ്? ഒരു സെമി സർക്കിളാണ് അല്ലേ. സെമി സർക്കിളിലെ ആംഗിൾ എത്രയായിരിക്കും? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ, അതായത് 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ACB നമുക്കിവിടെ എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ADB എത്ര വരും? ഇതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും അല്ലേ. ഇവിടെ ACB ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ട്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ADB എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ്, പകുതി ആയിരിക്കും. അപ്പോൾ 90 / 2 എത്രയാണ്? 45 ഡിഗ്രിയാണ് നമ്മുടെ എന്ത്? ADB എന്ന് പറഞ്ഞ ആംഗിൾ. മനസ്സിലായില്ല? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളോട് 10നേക്കാൾ താഴെയുള്ള 10ൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഈച്ച് ബീയിങ് ആൻ ഓഡ് നമ്പർ? അപ്പോൾ അത് ഓഡ് നമ്പർ ആവാം, ഈവൺ നമ്പർ ആവാം, അല്ല ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അത് ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10ൻ്റെ താഴെയുള്ള ഒരു നമ്പർ എന്ന് പറയുമ്പോൾ 9 വരെ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിൽ പറയാമല്ലോ. 1 മുതൽ 9 വരെ ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിസൾട്ട് കേട്ടോ 9. അപ്പോൾ ഈ 9ൽ നിന്ന് ഈ 9 എണ്ണത്തിൽ നിന്ന് ഏത് വേണമെങ്കിലും പറയാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രോബിലിറ്റി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എൻ ഓഡ് നമ്പർ? ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി ഏതൊക്കെയാണ്? ഓഡ് നമ്പർ ഏതൊക്കെയാണുള്ളത് ആ ഒരു കേസിൽ? 1 വരാം, 3, 5, 7, 9. ഈ 5 എണ്ണമാണ് എന്തുള്ളത്? ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഇതിലേത് വേണമെങ്കിൽ പറയാൻ പറ്റൂലേ. അപ്പോൾ ആകെ എത്രയുണ്ട് പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ഇസ് ഈക്വൽ ടു ആകെ 5 എണ്ണം ഉണ്ട് ഓഡ് നമ്പർ. ടോട്ടൽ റിസൾട്ട് എത്രയാണ്? ടോട്ടൽ റിസൾട്ട് 9 എണ്ണം, 9 ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി ഇസ് ഈക്വൽ ടു 5/9, 5/9 ആണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ? ഈവൺ നമ്പർ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ഈവൺ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആവാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം അല്ലേ, ഓഡ് നമ്പർ ആയിരിക്കണം. ഓഡ് നമ്പറിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ല, എത്രയാണ്? 5/9. അപ്പം നമ്മൾ എന്ത് പറയണം? പ്രോബിലിറ്റി ഓഫ് ദ നമ്പർ വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബീയിങ് ആൻ ഓഡ് നമ്പർ അല്ലേ. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 5/9. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഗറിലെ AB ആൻഡ് CD ആർ ഡയാമീറ്റേഴ്സ് കണ്ടോ. AB ഒരു ഡയാമീറ്റർ ആണ്, CD വേറൊരു ഡയാമീറ്റർ ആണ്. ഇനി ബിയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 30 കണ്ടോ. ബിയുടെ കോർഡിനേറ്റ്സ് 30. അങ്ങനെയാണെങ്കിൽ ഒയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് എത്രയാണെന്ന് എഴുതണം. O നമുക്കറിയാം എന്താണ്? സെൻറ്റർ ആണ് അല്ലേ, 0 0 ആയിരിക്കും, അത് കിട്ടി. ഇനി സിയുടെ കോർഡിനേറ്റ്സ് എന്താ വരിക നോക്കിയേ. ഇവിടെ 30 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 3 അല്ലേ.
ഇവിടേക്ക് 3 ഡിസ്റ്റൻസ് ആണ്, 3 സെൻറ്റിമീറ്ററോ 3 മീറ്റർ എന്നോ പറയാം. പിന്നെ ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിൻ്റെ y കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. ഇനി സി എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒ ബി ഒ സി ഒക്കെ നമ്മൾ ഇതിൻ്റെ എന്താണ് ഈ വൃത്തത്തിനെ സംബന്ധിച്ച്, സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ റേഡിയസ് ആരങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒ ബി എത്രയാണോ ആ സെയിം തന്നെയായിരിക്കും എന്ത് ഒ സി. അപ്പോൾ ഒ സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും, 3 തന്നെയായിരിക്കും. പിന്നെ സി കിടക്കുന്നത് y എന്ന് പറഞ്ഞ ആക്സിസിലാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. y കോർഡിനേറ്റ്സ് എത്ര കിട്ടും, 3 ഡിസ്റ്റൻസിലാണല്ലേ ഈ സെൻറ്ററിൽ നിന്ന്, അതുകൊണ്ട് 0 3. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് നമുക്കിവിടെ എന്ത് കിട്ടി, 0 3. മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, x² - 1 എന്ന് പറയുന്ന പോളിനോമിയലിന് നമുക്ക്, ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ, രണ്ടാകൃതിയിലുള്ള പോളിനോമിയലാണ്. അതിനെ നമുക്ക് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. x² - 1. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം, x² - 16. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, നമുക്കറിയാം a² - b² = a + b × a - b. ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് 1. അങ്ങനെയാണെങ്കിൽ x² - 1 എന്ന് പറയുമ്പോൾ എന്താണ്, x² - 1² ആണ് അല്ലേ. അപ്പം x + 1ഉം അതുപോലെ തന്നെ x - 1ഉം കണ്ടോ. അപ്പോൾ ഇത് രണ്ടും 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഒന്നാകൃതിയിലുള്ള പോളിനോമിയലാണ്. അപ്പോൾ രണ്ടിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. അതേപോലെ തന്നെ x² - 16 എന്ന് പറയുന്നത് എന്താണ്, x² - 4² അല്ലേ. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കതിനെ x + 4 × x - 4 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബി സി ആൻഡ് ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. സർക്കിളിലെ 4 പോയിൻ്റാണ് എയും ബിയും സിയും ഡിയും. സെൻറ്റർ, കേന്ദ്രം എന്ന് പറയുന്നത് ഒ ആണ്. ആംഗിൾ എ ഒ സി, ഈ ഒരു ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്, 100 ഡിഗ്രി, 100 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡി സി എത്രയായിരിക്കും, എ ബി സി എത്രയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എ ഡി സി എത്രയാണ് തന്നിരിക്കുന്നത്, എ ഡി സി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. എ ഒ സി എത്രയാണ്, 100 ആണ്. എ ഒ സി 100 ആണെങ്കിൽ എ ഡി സി എത്രയായിരിക്കും, കണ്ടോ ഇത് 100 ആണെങ്കിൽ അതിന് നേർ പകുതി ആയിരിക്കും എ ഡി സി. അപ്പോൾ 100ൻ്റെ പകുതി എത്രയാണ്, 50 ഡിഗ്രി. ഇനി എ ബി സിയോ, എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്, എ ബി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 2 കോണുകളും സപ്ലിമെൻ്ററി കോണുകളാണ് അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്താൽ 180, 180 കിട്ടണം. അപ്പോൾ ആംഗിൾ എ ബി സി = 180 - 50. അപ്പോൾ ഇത് ഓൾറെഡി 50 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, 180ൽ നിന്ന് 180ൽ നിന്ന് നമ്മൾ 50 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി, 130 ഡിഗ്രിയാണ് നമ്മുടെ എന്ത് എ ബി സി എന്ന് പറയുന്നത്. അപ്പം ഇത് 100 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നേർ പകുതിയാണ് ഇത്. പിന്നെ അതാണ് അവ തമ്മിലുള്ള റിലേഷൻ. പിന്നെ ഇതും എത്രയാണ്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം, 180. അപ്പോൾ ഒന്ന് 50 ആണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും, 130 ഡിഗ്രി, 130 ഡിഗ്രി. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിവിടെ നോക്കിയാൽ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലൊക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എ ബി സി ഡി പാരലൽ ടു ദ എക്സ് ആക്സിസ്, അതായത് എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും എക്സ് ആക്സിസിന് പാരലാണ്, സമാന്തരമാണ്. അതുപോലെ ബി സിയും എ ഡിയും വൈ ആക്സിസിന് പാരലാണ്, സമാന്തരമാണ്. അതിൽ 2 എണ്ണത്തിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എയുടെ എത്രയാണ്, 3 1, സിയുടെ -3 -1. അങ്ങനെയാണെങ്കിൽ ബിയുടെയും ഡിയുടെയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്ക്, ഈ 3 1 ഉദ്ദേശിച്ചത് എത്രയാ, ഈ ഒ മുതൽ ഇതുവരെ 3, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 1, അതായത് ഈ സെയിം ഡിസ്റ്റൻസാണ് ഇവിടെയും 1 വരുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ എത്ര വരും, നമുക്കറിയാം എ ബിയും സി ഡിയും റെക്റ്റാങ്കിളുടെ ഈക്വൽ ലെങ്ത് ആണ്. അതുപോലെ ബി സിയും എ ഡിയും ഈക്വൽ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും 3 ആണ് വരുന്നത്, കണ്ടോ. ഇത് എപ്പോഴും 3 ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 1 ആണ്, കണ്ടോ. ഇനി നമ്മൾ അത് ഫസ്റ്റ് ഇതിലാണോ കിടക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രങ്കിലാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ, ഫോർത്തിലാണോ, ആദ്യത്തെ അക്ഷത്തിലാണോ, രണ്ടാമത്തേലാണോ, മൂന്നാമത്തേലാണോ, നാലാമത്തേലാണോ, അതിനനുസരിച്ച് സൈൻ ചേഞ്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബി ആണെങ്കിൽ നമുക്കറിയാം അവിടെ വൈ പോസിറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ്സ്. അതേസമയം എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ത് വരും, 3 എന്നുള്ളത് എന്തായിട്ട് വരും, -3 വരും. ഇവിടെ y ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ -3 1 ആണ് ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡി കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ, ഡി കിടക്കുന്നിടത്ത് എക്സും വൈയും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് -3 -1. അപ്പോൾ 3യും 1ഉം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈനുകൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ടും പോസിറ്റീവ്. ഇവിടെ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. ഇവിടെ എക്സ് നെഗറ്റീവ്,
ഇവിടെ എക്സ് നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. ഇവിടെയാണ് കേട്ടോ നെഗറ്റീവ്. ഇവിടെ ഇവിടെ എത്തുമ്പോൾ ഡിയിൽ നമ്മളിവിടെ എത്തുമ്പോൾ എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ്. എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഇവിടെയാണ് സി. ഈ ഒരു തേർഡിലാണ് കേട്ടോ രണ്ടും നെഗറ്റീവ് വരിക. തേർഡിലാണ് രണ്ടും നെഗറ്റീവ് വരിക. ഡി എത്തുമ്പോൾ നോക്കിയേ, എക്സിൻ്റെ പോസിറ്റീവാണ് കിടക്കുന്നത്, വൈ താഴത്തേക്ക്, അപ്പോൾ വൈ നെഗറ്റീവ്. അപ്പോൾ 3യും -1 വരിക കേട്ടോ. പോസിറ്റീവ് 3യും -1 വരുന്നത്, നെഗറ്റീവ് 1 ആണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. ബാക്കി കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഓരോരോ വീഡിയോകളായിട്ട് കാണാം. താങ്ക്